ജീസസ് 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തെ സഹിച്ചിട്ടുള്ള പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണം സ്വാഭാവികമായ കാരണങ്ങളാവാം, പാപങ്ങളാവാം, പിശാചുക്കൾ ഈവിൾ സ്പിരിറ്റ് ആവാം, അല്ലെങ്കിൽ വിശുദ്ധീകരണമാവാം. പിശാചുക്കൾ വഴിയും പാപങ്ങൾ വഴിയും സ്വാഭാവികമായുള്ള കാരണങ്ങൾ വഴിയും ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് അതിനെ ഭേദമാക്കാൻ സാധിക്കാം. പക്ഷേ ദൈവം നൽകുന്ന രോഗങ്ങളുണ്ട്. അതിന് കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. അതിലൂടെ ദൈവം നമ്മളെ വിശുദ്ധരാക്കാനാണ് ശ്രമിക്കുന്നത്. ഫ്രാൻസിസ് പുണ്യാളൻ, പാത്രി പിയ പുണ്യാളൻ, ഇവരൊക്കെ ശരീരത്തിലെ രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ അസുഖങ്ങൾ അവർ ഭേദമാക്കി കൊടുത്തിരുന്നു. വിശുദ്ധരായിട്ടുള്ള ആളുകൾ തങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ദൈവത്തിൽ നിന്നാണോ എന്നറിയാനായിട്ടൊക്കെയാണ് അവർ ഡോക്ടറെ കാണിക്കുകയും അതുപോലെ പ്രെയറൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും അസുഖം മാറിയില്ലെങ്കിൽ അതിനർത്ഥം ഇത് ദൈവം തൻ്റെ കൃപയിൽ നിന്ന് കൊടുത്തിട്ടുള്ള അസുഖമാണെന്നാണ്. അതുകൊണ്ടാണ് അവർ അത് അനുഭവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതും വിശുദ്ധരായി മാറുന്നതും. വിശുദ്ധരായിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ നമുക്ക് അസൂയയോടെ നോക്കിക്കാണാം. ലൈക്ക് ഫ്രാൻസിസ് മാപ്പയ്ക്കുണ്ടാകുന്ന അസുഖത്തെയൊക്കെ ഈശോയെ നമുക്ക് ആരാധിക്കാൻ, സ്നേഹിക്കാൻ കുർബാനയിലൂടെ, പിന്നെ 10 കൽപ്പന അനുസരിച്ചും. ഹല്ലേലൂയ.